കാന്താരി എന്ന പ്രയോഗം നാം പൊതുവെ കേൾക്കുന്ന ഒന്നാണ്. കാന്താരി മുളകിനോട് ഉപമിച്ചുള്ള പ്രയോഗം തന്നെയാണിത്. വലിപ്പത്തിൽ കുഞ്ഞനെങ്കിലും എരിവിൻ്റെ മാത്രമല്ല ഗുണത്തിൻ്റെ കാര്യത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് കാന്താരി മുളക്. പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളും ഒത്തുചേർന്ന ഇത് പൊതുവെ നാടൻ മുളകെന്ന് നാം കരുതുമെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ഉത്ഭവം അമേരിക്കൻ നാടുകളിലാണ്. ഇതിലടങ്ങിയിട്ടുള്ള ക്യാപ്സയാസിനാണ് ഇതിന് ഈ ഗുണങ്ങളൊക്കെ നൽകുന്നത്. ഈ ഇത്തിരിക്കുഞ്ഞൻ കാന്താരി നമുക്ക് എങ്ങനെയൊക്കെയാണ് ശരീരത്തിന് ഗുണം നൽകുന്നതെന്ന് നോക്കാം. അതിൽ മെയിനായിട്ട് പറയേണ്ടത് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഏറെ ഗുണകരമാണെന്നുള്ളതാണ്. ഈ കാന്താരി മുളക് നമ്മൾ വിനാഗിരിയിൽ ഇട്ട് വെക്കുന്നത് ഏറെ നല്ലതാണ്. ഇത് കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ 1-2 എണ്ണം വീതം കഴിക്കുന്നത് കൊളസ്ട്രോളിനുള്ള നല്ലൊരു പരിഹാരമാണ്. നല്ല കൊളസ്ട്രോൾ ആയിട്ടുള്ള HDL കൂട്ടാനും മോശം കൊളസ്ട്രോൾ ആയിട്ടുള്ള LDL കുറയ്ക്കാനും ഇത് ഏറെ നല്ലതാണ്. കാന്താരി മുളകും നെല്ലിക്കയും ചേർത്തരച്ച് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുന്നതും കൊളസ്ട്രോളിന് ഏറെ ഗുണകരമാണ്. ഇനി അടുത്തത് ഈ കാന്താരി ദഹന പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ്. ഇത് ഗ്യാസ്, അസിഡിറ്റി പ്രശ്നങ്ങൾക്ക് ഏറെ നല്ലതാണ്. നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് മികച്ചതുമാണ്. നല്ല ശോധനയ്ക്കുള്ള വഴിയാണിത്. വിശപ്പ് വർദ്ധിപ്പിക്കുന്ന ഗുണമുള്ള ഇതിന് തടി കൂട്ടുമെന്നതല്ല, തടി കുറയ്ക്കുമെന്നതാണ് ഗുണമുള്ളത്. ഇത് ശരീരത്തിലെ അമിതവണ്ണം കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിച്ചും മെറ്റബോളിസം ശക്തിപ്പെടുത്തിയുമാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ദഹനക്കേട് മാറാനും ദഹനം മെച്ചപ്പെടുത്താനും തടി കുറയ്ക്കാനും സഹായിക്കുന്ന നല്ലൊരു മരുന്നാണ് കാന്താരി. കൊളസ്ട്രോളിന് മാത്രമല്ല പ്രമേഹത്തിനും ഇത് നല്ലൊരു മരുന്നാണ്. ഇത് ഇൻസുലിൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. ഇതുവഴി നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. ഇതിനൊപ്പം BP കുറയ്ക്കാനും ഇത് സഹായിക്കും. ഇതെല്ലാം നമ്മുടെ ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്നതാണ്. അതുമാത്രമല്ല ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണിത്. അയൺ സമ്പുഷ്ടമാണ് കാന്താരി. ഇതിനാൽ തന്നെ ഹീമോഗ്ലോബിൻ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുന്നു. ഇതും നമ്മുടെ ഹൃദയത്തെയും തലച്ചോറിനെയും സഹായിക്കും. വിറ്റമിൻ C അടങ്ങിയ കാന്താരി മുളകിന് രോഗപ്രതിരോധ ശേഷിയും കൂടുതലാണ്. ഇത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നു. പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവ BP നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. ഇതിന്റെ ഇലയും രോഗശമന ഗുണങ്ങളുള്ള ഒന്നാണ്. ബാക്ടീരിയ, ഫംഗസ് രോഗബാധയ്ക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണിത്. എന്നാൽ ഇതിന്റെ അമിത ഉപയോഗം ഒഴിവാക്കുന്നതാണ് നല്ലത്. കാന്താരിയിലെ വിറ്റമിൻ C ശ്വാസകോശ രോഗങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്നു. ഇത് കഴിക്കുന്ന സമയത്ത് ഉമിനീര് ഉൾപ്പെടെയുള്ള സ്രവങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും അതുവഴി ദഹന പ്രക്രിയയെ സഹായിക്കുകയും ചെയ്യും. നല്ലൊരു വേദന സംഹാരി കൂടിയാണ് കാന്താരി. ഇത്രയേറെ ഗുണങ്ങളൊക്കെ തരുമെന്നിരുന്നാലും കാന്താരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം നമുക്ക് സ്കിന്നിൽ പുകച്ചിൽ, ചൊറിച്ചിൽ, പെട്ടെന്നുള്ള അമിതമായിട്ടുള്ള വിയർപ്പ്, കണ്ണ് നിറഞ്ഞൊഴുകുക, മൂക്കൊലിപ്പ്, വായിൽ പുകച്ചിൽ എന്നിവയ്ക്കെല്ലാം കാരണമാകും. നമ്മുടെ വയറ്റിലും പല വിധത്തിലുള്ള അസ്വസ്ഥതകൾക്ക് ഇത് കാരണമാകും. ഗർഭാവസ്ഥയിലുള്ളതും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കും സ്ഥിരമായുള്ള കാന്താരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം കുട്ടികളിലും ത്വക്ക് രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കാന്താരി മുളക് ഉപയോഗിക്കുന്നത് ദോഷം ചെയ്യും. കിഡ്നിക്കും ലിവറിനും പ്രശ്നമുള്ളവരും അൾസർ ഉള്ളവരും കാന്താരിയുടെ ഉപയോഗം മിതപ്പെടുത്തണം. കാന്താരി മുളക് തനിയെ കഴിക്കുന്നതിനേക്കാളും മറ്റു ഭക്ഷണങ്ങളിൽ ചേർത്ത് കഴിക്കുന്നതാണ് നല്ലത്. അതായത് വലുപ്പത്തിൽ കുഞ്ഞനാണെങ്കിലും മറ്റുള്ളവയെ പോലെ തന്നെ അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോഷമായിട്ട് മാറിയേക്കാവുന്ന ഒന്നാണ് കാന്താരി മുളക്. അതുകൊണ്ട് തന്നെ നമുക്ക് ദോഷമാവാത്ത രീതിയിൽ മിതമായിട്ടുള്ള രീതിയിൽ ഇതിനെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേറെ ഗുണങ്ങളും ഉണ്ടാവും.